ഹായ് ഹലോ വെൽക്കം ടു എ വെരി ന്യൂ വീഡിയോ ഓഫ് ബയോ ഓഷ്യൻ ആൻഡ് അഗെയിൻ ഇന്ന് നമ്മളുടെ 60 ഡേയ്സ് കേരള സെറ്റ് എക്സാം ചലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ആൻഡ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ അഗെയിൻ നമ്മളുടെ ആനിമൽ ഡൈവേഴ്സിറ്റിയിലെ ടോപ്പിക്ക് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്ന പോലെ നമ്മൾ ഇന്ന് ഫൈലം ടീനോഫോറ ആയിരിക്കും ഡിസ്കസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ 2 ഫൈലംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് ഫോർ ക്ലാസിഫിക്കേഷൻ അത്തരത്തിൽ ഒരു 2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാമല്ലേ നമുക്ക്. സോ ബേസിക്കലി നമ്മൾ ഇന്ന് ടീനോഫോറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫൈലത്തെ പറ്റിയിട്ടാണ് പഠിക്കുക. ഒത്തിരി വലിയ ഫൈലം അല്ല, ചെറിയൊരു ഫൈലമാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവരെല്ലാവരും മറൈൻ ആയിട്ടുള്ള ആനിമൽസ് ആണ്. എക്സ്ക്ലൂസീവ്ലി മറൈൻ ഹാബിറ്റാറ്റിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക. ഇവർ നമുക്ക് ഫ്രഷ് വാട്ടറിലൊന്നും കാണാനായിട്ട് സാധിക്കില്ല. ഇനി അത് മാത്രമല്ല, ഇവരുടെ ഒരു ഫുഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്ലാങ്ക്ടൺസ്. സൂ പ്ലാങ്ക്ടൺസ്, ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ഒക്കെ ഉണ്ടല്ലോ, അത് ആ പ്ലാങ്ക്ടൺസിനെയാണ് ഇവർ കഴിക്കൽ. ആൻഡ് ഇവർക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സീലിയേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. സോ സീലിയ അവരുടെ ബോഡിയുടെ ഒരു വലിയൊരു പാർട്ടാണ് എന്ന് വേണം പറയാനായിട്ട്. പിന്നെ ഒരു മേജർ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിൽ റീജനറേഷൻ നല്ലപോലെ കാണാനായിട്ട് സാധിക്കും. ഇവർക്ക് റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളല്ലേ ഒരു ഫൈലം പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫൈലത്തിനകത്ത് മിസ് ഇതുപോലെ തന്നെ പറഞ്ഞു ഇവർക്ക് റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ടെന്ന്. ഏത് ഫൈലമാണെന്നും ഏത് ജീവിയാണെന്നൊക്കെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയും. എനിവേ ടീനോഫോറൻസിനും കൂടെ എന്തുണ്ട്, റീജനറേഷൻ കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് വൺ മേജർ പോയിന്റ്. ഇനി അത് മാത്രമല്ല, മറ്റൊരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിൽ ബയോലുമിനിസെൻസ് കാണാൻ സാധിക്കും. ബയോലുമിനിസെൻസ് എന്ന് പറഞ്ഞാലില്ലേ, ഇപ്പോൾ മിന്നാമിന്നൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? മിന്നാമിന്ന എന്താ ചെയ്യുന്നത്, അവർക്ക് ബോഡിയിൽ നിന്ന് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉണ്ട്. സിമിലർലി ടീനോഫോറൻസിനും അവരൊരു ലിവിങ് ഓർഗാനിസം ആയിട്ട് കൂടെ അവർക്ക് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ ബയോലുമിനിസെൻസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അത്തരത്തിൽ ബയോലുമിനിസെൻസ് ഈ ഫൈലം ടീനോഫോറയ്ക്കകത്തും കാണാൻ പറ്റുന്നുള്ളത് ഓർക്കുക. പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോഡി ഫോംസിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അവരുടെ സിമെട്രിനെ പറ്റി പറയുകയാണെങ്കിൽ റേഡിയലും ബൈലാറ്ററലും കൂടെ ചേർന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മളതിനെ ബൈ റേഡിയൽ എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ളൊരു സിമെട്രി അവർക്കുള്ളത്. ആൻഡ് അത് മാത്രമല്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ റേഡിയലും അതുപോലെ ബൈലേറ്ററൽ സിമെട്രി എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ നമ്മൾ സീ വാൾനട്ട്സ് അല്ലെങ്കിൽ കോംബ് ജെല്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കോമൺ ആയിട്ട് വിളിക്കുക ടീനോഫോറൻസിനെ. സീ വാൾനട്ട്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ കോംബ് ജെല്ലീസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പോൾ ഇവരുടെ ദേഹത്ത് കോംബ് പ്ലേറ്റ്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ മുടി ചീക്കുന്ന കോംബ് പോലെ തന്നെ ഇവരുടെ ബോഡിയിലും കോംബ് പ്ലേറ്റ്സ് ഉണ്ട്. ആ കോംബ് പ്ലേറ്റ്സിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഇവർക്കൊരു റേഡിയൽ സിമെട്രി കൊടുക്കുന്നത്. അപ്പോൾ 2 സൈഡിലാണ് ഈ പറഞ്ഞ പോലെ കോംപ്ലേറ്റ്സ് എങ്കിൽ അതിനനുസരിച്ച് ലൈക്ക് 2 സൈഡിലല്ല, ചുറ്റുമാണ് ഈ പറഞ്ഞ കോംപ്ലേറ്റ്സ് എങ്കിൽ ഏകദേശം 8 റോ കോംപ്ലേറ്റ്സ് അവർക്കുണ്ടെന്നാണ് പറയാം. അപ്പോൾ ഈ 8 റോ കോംപ്ലേറ്റ്സ് ഇരിക്കുന്നതുകൊണ്ട് ഏത് സെൻട്രിൽ കൂടെ പാസ് ചെയ്തു പോകുന്ന ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലും ആ ഒരു പോർഷൻ കിട്ടും. അത്തരത്തിൽ കോംപ്ലേറ്റ്സ് കാരണം റേഡിയൽ സിമെട്രി കിട്ടുന്നു. പക്ഷേ ഇവർക്ക് ടെൻറ്റക്കിൾസ് ഉണ്ട്. ടെൻറ്റക്കിൾസ് മാത്രമല്ല, ഒരു ഗ്യാസ്ട്രോവാസ്കുലർ കനാൽ കൂടിയുണ്ട്. അതാണ് അവർക്ക് 2 സൈഡ്സിൽ കാണാൻ പറ്റുക. ടെൻറ്റക്കിൾസ് 2 സൈഡിലുള്ളതുകൊണ്ട് ബൈലേറ്ററൽ സിമെട്രി. ദാറ്റ് മീൻസ് അതിൻ്റെ സെൻട്രിൽ കൂടെ പാസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താൽ മാത്രമേ ഈ 2 ടെൻറ്റക്കിൾസ് ഈക്വൽ ഹാഫുകളിലായിട്ട് കിട്ടുന്ന തരത്തിൽ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ എന്ത് വിളിക്കുക, വി കോൾ ഇറ്റ് ആസ് ബൈലേറ്ററൽ സിമെട്രി. അപ്പോൾ 2 സിമെട്രി 2 അവസ്ഥകൾ കാരണം ഉണ്ടായിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇവരുടെ സിമെട്രിനെ കോമൺ ആയിട്ട് എന്ത് വിളിക്കും, ബൈ റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഇവർ ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് ആണ്. ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് എക്ടോഡേം ഉണ്ടായിരിക്കും, അതുപോലെ എൻറ്റോഡേം ഉണ്ടായിരിക്കും. ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ അവർക്ക് സെൽസ് കമ്പൈൻ ചെയ്തിട്ട് പല പല ടിഷ്യൂസ് ആയിട്ടായിരിക്കും. ഓർഗൻസിൻ്റെ അവസ്ഥയിലോട്ട് അവർ എത്തിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നെ ചില ഓർഗാനിസംസിനകത്ത്, ഈ ഫൈലത്തിനകത്തുള്ള ചില ഓർഗാനിസംസിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ടെൻറ്റക്കിൾസ് ഉണ്ട്, ചിലവരിൽ പക്ഷെ ടെൻറ്റക്കിൾസ് ഇല്ലാത്തവരുണ്ട്. അപ്പോൾ ടെൻറ്റക്കിൾസ് ഇല്ലാത്തവരാണെങ്കിൽ അവരുടെ സിമെട്രി ബേസിക്കലി എന്തായിട്ട് മാറും, റേഡിയൽ സിമെട്രി മാത്രമായിട്ട് മാറും. കാരണം ടെൻറ്റക്കിൾസ് ഉള്ളതുകൊണ്ടല്ലേ ബൈലേറ്ററൽ സിമെട്രി കിട്ടുക. അപ്പോൾ ഒരു ഓർഗാനിസത്തിന്, ഈ ഫൈലത്തിലുള്ള ഓർഗാനിസത്തിന് ടെൻറ്റക്കിൾസ് ഇല്ലെങ്കിൽ ബൈലേറ്ററൽ സിമെട്രി ഇല്ല, അപ്പോൾ അവർക്ക് റേഡിയൽ സിമെട്രി മാത്രം. അങ്ങനെ പിടികിട്ടിയോ? ഇനി ടെൻറ്റക്കിൾസ് ഉണ്ടെങ്കിൽ തന്നെ അത് 2 എണ്ണമായിരിക്കും കാണുക. 2 സൈഡ്സിലായിട്ട് 2 എണ്ണം കാണാം. ഞാനിതിൻ്റെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു പിക്ചർ വെച്ചിട്ടുണ്ട് ഒരു ഓർഗാനിസത്തിൻ്റെ. അത് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇനി ഇവരുടെ ബോഡി വോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എപ്പിഡോമിസ് ഉണ്ട്. അത് ഏറ്റവും ഔട്ടർ ഒരു ലെയറാണ്. ഏറ്റവും അകത്ത് ഗ്യാസ്ട്രോഡോമിസ് ഉണ്ട്. മിഡിലിൽ മീസോഗ്ലിയ കാണാൻ പറ്റും. അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള, അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ലെയറാണ് മീസോഗ്ലിയ. ഈ മീസോഗ്ലിയ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ടീനോഫോറൻസിനകത്തുള്ള മീസോഗ്ലിയ നിഡേറിയൻസിനുണ്ടായിരുന്ന മീസോഗ്ലിയേക്കാൾ വളരെ വ്യത്യസ്തമാണ്.
നിഡേറിയ എന്ന് പറഞ്ഞ ഫൈലം മിസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഫൈലത്തിനകത്ത് നമ്മൾ ഈ ഒരു മീസോഗ്ലിയനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു മീസോഗ്ലിയ അല്ല ടീനോഫോറൻസിൻ്റെ മീസോഗ്ലിയ. ടീനോഫോറൻസിൻ്റെ മീസോഗ്ലിയനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ലെയർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അമീബോസൈറ്റ്സ് യൂസ് ചെയ്തിട്ടാണ്. അമീബോസൈറ്റ്സ് എന്ന് വെച്ചാൽ അമീബയുടെ പോലത്തെ ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെയുള്ള സെൽസ്. അത് മാത്രമല്ല അമീബോസൈറ്റ്സ് കൂടാതെ ഇലാസ്റ്റിക് ഫൈബേഴ്സ്, മസിൽ സെൽസ് ഒക്കെ ഇവിടെ മീസോഗ്ലിയയിൽ കാണാൻ പറ്റും. അപ്പോൾ ഒരു അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു മീസോഗ്ലിയാണ് ടീനോഫോറൻസിനുള്ളത് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഇനി നമ്മൾ ടീനോഫോറൻസ് ചിലപ്പോഴൊക്കെ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണെന്ന് പറയുന്നതിൻ്റെ റീസൺ ഇതാണ്. അൺഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ളൊരു മീസോഗ്ലിയ അവരിലുണ്ട്, പക്ഷേ കുറേ സെൽസൊക്കെ അതിൽ കാണാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ചിലപ്പോഴെല്ലാം നമ്മൾ ചില ടെക്സ്റ്റ് ബുക്കുകളൊക്കെ റെഫർ ചെയ്താൽ ചില പ്രത്യേക സ്പീഷീസുകൾ എടുത്താലൊക്കെ അവർ ട്രിപ്ലോബ്ലാസ്റ്റിക് എന്നുള്ള രീതിയിൽ നമ്മൾ പറയലുണ്ട്. ഇനി അവരെ സംബന്ധിച്ചിടത്തോളം ഇവരിൽ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള സെൽസ് ഉണ്ട്. അഡ്ഹസീവ് സെൽസ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക. ടെൻറ്റിക്കിൾസ് ഇല്ലേ, അവിടെ ഉള്ള എപ്പിഡെർമിസ് എന്ന് പറഞ്ഞ ലെയറിൽ കാണാൻ പറ്റുന്ന സെൽസാണ് അഡ്ഹസീവ് സെൽസ്. ആ അഡ്ഹസീവ് സെൽസിനെ നമ്മൾ കൊളോബ്ലാസ്റ്റ് അല്ലെങ്കിൽ ലാസോ സെൽസ് എന്നും കൂടെ പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. കൊളോബ്ലാസ്റ്റിനേക്കാൾ കുറച്ചും കൂടെ പരിചയമായിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഒബ്വിയസ്ലി ലാസോ സെൽസ് കേട്ടോ. ലാസോ സെൽസ് എപ്പോഴും ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അഡ്ഹസീവ് സെൽസ് ആണ്, അതിൻ്റെ മറ്റൊരു പേരാണ് കൊളോബ്ലാസ്റ്റ് അല്ലെങ്കിൽ ലാസോ സെൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കും. അപ്പോൾ അത് ടെൻറ്റക്കിൾസിൻ്റെ എപ്പിഡെർമിസ് പോർഷനിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക. ആൻഡ് ദാറ്റ് വിൽ ബി ഹെൽപ്പിംഗ് ഫോർ ഫുഡ് ക്യാപ്ചർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഈ ടീനോഫോറൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നെമറ്റോസിസ്റ്റ് ഒന്നുമില്ല. നെമറ്റോസിസ്റ്റ് ഓർക്കുന്നുണ്ടായിരിക്കും, സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂളുകളാണ്. ഡേറിയയിലുണ്ടായിരുന്ന സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂളുകളാണ്. അത്തരത്തിൽ ഭൂരിഭാഗം വരുന്ന ടീനോഫോറൻസിനും നെമറ്റോസിസ്റ്റ് ഇല്ല. പക്ഷേ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്, യൂക്ലോറ റൂബ്ര എന്ന് പറഞ്ഞിട്ടൊരു സ്പീഷീസ് ഉണ്ട്, ഒരു ജീവിയുണ്ട്. ഈ ജീവിക്കകത്ത് നെമറ്റോസിസ്റ്റ് കാണാനായിട്ട് സാധിക്കും. നിഡേറിയൻസിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് പറഞ്ഞിട്ടാണ് മിസ് പഠിപ്പിച്ചത്. പക്ഷേ ടീനോഫോറയിൽ സ്പെഷ്യലായിട്ടുള്ള ചില ജീവികൾക്ക് ലൈക്ക് യൂക്ലോറ റൂബ്ര പോലെയുള്ള ചില ജീവികൾക്ക് നെമറ്റോസിസ്റ്റ് കാണാം. ആൻഡ് അവരുടെ നെമറ്റോസിസ്റ്റ് ഈ പറഞ്ഞ പോലെ ടെൻറ്റക്കിൾസിലാണ് കാണാൻ പറ്റുക. പക്ഷേ അവർക്ക് കോളോബ്ലാസ്റ്റുകളൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. കോളോബ്ലാസ്റ്റിൻ്റെ ആ ഒരു പ്രസൻസ് ഒന്നും ഇവരിൽ ഇല്ല. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു നെമറ്റോസിസ്റ്റ് ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ മിസ് പറഞ്ഞു, നെമറ്റോസിസ്റ്റ് ഇവരിൽ ഉള്ളത് എന്തിൻ്റെ ഒരു ഇൻഡിക്കേഷനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീനോഫോറ നിഡേറിയൻസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ടീനോഫോറയേക്കാളും കുറച്ചും കൂടെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു ഫൈലമാണ് നിഡേറിയ അല്ലേ. അപ്പോൾ ടീനോഫോറൻസ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് നിഡേറിയൻസിൽ നിന്നാണ്. ഇപ്പോൾ നമ്മൾ പറയില്ലേ റെപ്റ്റൈൽസ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ആംഫിബിയൻസിൽ നിന്നാണെന്ന് പറയുന്ന പോലെ ടീനോഫോറൻസ് നിഡേറിയൻസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു കണക്റ്റിംഗ് ലിങ്ക് പോലെയാണ് ഈ നെമറ്റോസിസ്റ്റ് ഇവരിൽ വരാനായിട്ട് ആ ഒരു പ്രസൻസ് കാണിക്കുന്നത്. പിടികിട്ടിയ ഇനി ഇവരുടെ ബോഡിയിൽ നമ്മൾ നേരത്തെ കാണുകയാണെങ്കിൽ കോംബോപ്ലേറ്റ്സ് കാണാം. അവിടെ സീലിയ ഉണ്ടായിരിക്കും. 8 റോസ് ആയിട്ടാണ് ഈ കോംപ്ലേറ്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ കോംബോപ്ലേറ്റ്സിനകത്തുള്ള സീലിയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം സ്വിം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ കോംബോപ്ലേറ്റ്സ് ഉള്ളതുകൊണ്ട് ഈ മിസ് പറഞ്ഞ പോലെ അവരെ കോംബോ ജെല്ലീസ് എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ സീ വാൾനട്ട് എന്ന് വിളിക്കും. വാൾനട്ടിൻ്റെ ഒരു ആകൃതി അവർക്കുള്ളതുകൊണ്ട് കടലിൽ കാണുന്നത് കൊണ്ടും സീ വാൾനട്ട് എന്ന് പറഞ്ഞിട്ടും വിളിക്കാറുണ്ട്. ഇവർ അസിലോമേറ്റ് ആണ്. അവർക്ക് ട്രൂ ആയിട്ടുള്ളൊരു സീലോമോ കാര്യങ്ങളൊന്നും ഇല്ല. അവർക്ക് ബോഡി ക്യാവിറ്റി ഇല്ലാത്തതുകൊണ്ട് അവർ അസിലോമേറ്റ് ആണ്. ഇവർക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് മൗത്ത്, ഫാരിങ്സ് അല്ലെങ്കിൽ സ്റ്റോമക്ക് അല്ലെങ്കിൽ ഇൻഫണ്ടിബുലം, പിന്നെ ഏനൽ കനാലും ഏനൽ പോർസും, 2 ഏനൽ പോർസാണ് ഉള്ളത്. അപ്പോൾ ഏകദേശം ഒരു അത്യാവശ്യം ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഡൈജസ്റ്റീവ് ട്രാക്ട് സിസ്റ്റം എന്നൊന്നും പറയാൻ പറ്റുന്ന രീതിയിലാവില്ല, ഒരു ട്രാക്ട് മാതിരി, ഒരു കുഴൽ മാതിരി. ഓക്കെ, മൗത്ത്, ഫാരിങ്സ്, അങ്ങനെ ഒരു കുഴൽ മാതിരത്തെ ഒരു സെറ്റപ്പിൽ അവർക്കൊരു ഡൈജസ്റ്റീവ് ട്രാക്ട് കാണാൻ പറ്റും. പിന്നെ എന്ന് വെച്ചാൽ അവരുടെ സ്റ്റൊമക്കിനകത്ത് ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്യാസ്ട്രോവാസ്കുലർ കനാലുകളാണ് ഈ ബ്രാഞ്ചസ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ ഈ സ്റ്റൊമക്ക് മാത്രം ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള അവസ്ഥയിൽ ഇരിക്കുന്നുണ്ടാവും. കാരണം ഒത്തിരി ഈ ഗ്യാസ്ട്രോവാസ്കുലർ കനാലുകൾ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അതൊരു കോംപ്ലക്സ് സ്ട്രക്ചറായിട്ട് മാറിയിരിക്കണം എന്നുള്ളത് മാത്രം. പിന്നെ മൗത്തും ഉണ്ട്, ഏനൽ പോർസും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ രണ്ടും ഉള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ ഡൈജസ്റ്റീവ് ട്രാക്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, ഇതർ മൗത്ത് അല്ലെങ്കിൽ ഏനൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് ട്രാക്ട് എന്നാണ് വിളിക്കുക. ഇവിടെ രണ്ടും ഉള്ളതുകൊണ്ട് നമ്മളതിനെ കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കണം. പിന്നെ എക്സ്ട്രാ സെല്ലുലാറായിട്ടും ഇൻട്രാസെല്ലുലറായിട്ട്, ദാറ്റ് മീൻസ് സെൽസിനകത്തും പുറത്തും വെച്ചിട്ട് ഇവർക്ക് ഡൈജഷൻ നടക്കാറുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവർക്ക് ഡൈജഷന് വേണ്ടിയിട്ട് ഡൈജസ്റ്റീവ് ട്രാക്ട് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അത്തരത്തിലുള്ളൊരു സെറ്റപ്പ് സർക്കുലേഷനോ റെസ്പിറേഷനോ എക്സ്ക്രീഷനോ വേണ്ടിയിട്ടില്ല. അപ്പോൾ എക്സ്ക്രീറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം അങ്ങനെയൊന്നും അവരിലില്ല. നെർവസ് സിസ്റ്റം ഉണ്ട്, വളരെ ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് നിഡേറിയൻസിൽ കാണാൻ പറ്റിയ പോലെ തന്നെ ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു നെർവസ് സിസ്റ്റം ടീനോഫോറയ്ക്കകത്ത് കാണാം.
പിടികിട്ടിയോ? ഇനി അബോറൽ എൻഡ് എന്ന് പറഞ്ഞാലല്ലേ മൗത്തിൻ്റെ ഓപ്പോസിറ്റ് എൻഡ്, അവിടെ അവർക്കൊരു സെൻസ് ഓർഗൻ ഉണ്ട്. ആ സെൻസ് ഓർഗൻ്റെ പേരാണ് സ്റ്റാറ്റോസിസ്റ്റ്. അവരുടെ ബോഡി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗനാണ് സ്റ്റാറ്റോസിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളിനി മുൻപോട്ട് പല പല ഫൈലംസ് ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും അവിടെയും ഈ സ്റ്റാറ്റോസിസ്റ്റ് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ മൗത്തിൻ്റെ ഓപ്പോസിറ്റ് എൻഡിലാണ് ഒരു സെൻസ് ഓർഗൻ മാതിരി സ്റ്റാറ്റോസിസ്റ്റ് കാണാൻ പറ്റും. ഇതൊരു ബാലൻസിങ് ഓർഗൻ ആണെന്നുള്ളത് ഓർത്താൽ മതി. ഓക്കെ, ഇവർ മൊണീഷ്യസ് ആണ്, അല്ലെങ്കിൽ ബൈസെക്ഷൽ അല്ലെങ്കിൽ ഹെർമാഫ്രോഡൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാം. ദാറ്റ് മീൻസ് മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗൻസ് ഒരു ജീവിയുടെ ബോഡിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ പിന്നെ ഫെർട്ടിലൈസേഷൻ പൊതുവെ എക്സ്റ്റേണൽ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്താറില്ല. ജനറലി സെക്ഷൽ റീപ്രൊഡക്ഷനാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഫെർട്ടിലൈസേഷൻ്റെ കേസ് പറഞ്ഞത്. പെയ്ഡോജെനസിസ് കോമൺ ആയിട്ട് നടക്കാറുണ്ട് കേട്ടോ. പെയ്ഡോജെനസിസ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇവരിൽ കാണുന്ന നോർമൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് പെയ്ഡോജെനസിസ് എന്ന് വേണം പറയാൻ. പിടികിട്ടിയോ? യെസ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഓർക്കുക. പെയ്ഡോജെനസിസ് എന്താണെന്നറിയോ? പെയ്ഡോജെനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലില്ലേ, ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ ഫെർട്ടിലൈസേഷനാണ്, അപ്പോൾ അതുകൊണ്ട് സെക്ഷൽ റീപ്രൊഡക്ഷനാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞിട്ടൊരു ലാർവയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ലാർവയ്ക്ക് അത് ലാർവൽ ഫോമിലായിരിക്കുമ്പോൾ തന്നെ, ദാറ്റ് മീൻസ് അഡൾട്ട്ഹുഡിലോട്ടൊന്ന് എത്തുന്നതിന് മുന്നേ തന്നെ അതിന് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ പെയ്ഡോജെനസിസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കൽ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ്ഗിനകത്ത് യോക്കുള്ള എഗ് ആയതുകൊണ്ട് ലെസിത്തൽ എഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കും. യൂഷ്വലി ഏറ്റവും ആദ്യം യോക്ക് സെൻറ്ററിലാണ് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക, സെൻറ്റർ പോർഷനിലാണ് കാണുന്നത്. ആ സമയത്തുള്ള ആ ഒരു കണ്ടീഷനെ സെൻട്രോ ലെസിത്തൽ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. പക്ഷേ ക്ലീവേജ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും യോക്ക് ഉണ്ടല്ലോ മെല്ലെ സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഏതെങ്കിലും ഒരു സൈഡിലോട്ട് മാത്രം നല്ല രീതിയിൽ ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിനെ നമ്മൾ ടീലോ ലെസിത്തൽ എഗ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ക്ലീവേജ് കംപ്ലീറ്റ് ആയിട്ട് നടക്കാറുണ്ട്. ഹോളോബ്ലാസ്റ്റിക് ആയിട്ടുള്ള ക്ലീവേജ് ആണ്. അൺഈക്വൽ ഹാഫ്സിനെ കിട്ടും. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബൈറേഡിയലുമാണ്, ഡിറ്റർമിനേറ്റുമാണ്. ബൈറേഡിയൽ ഡിറ്റർമിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡിറ്റർമിനേറ്റ് കൈൻഡ് ഓഫ് ഒരു ക്ലീവേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം മൊസൈക്ക് അതുപോലത്തെ ക്ലീവേജുകൾ പഠിച്ചില്ലേ, അതുപോലത്തെ തന്നെ ഒരു ക്ലീവേജാണ് ഡിറ്റർമിനേറ്റ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബ്ലാസ്റ്റോമിയേഴ്സും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഒരു കംപ്ലീറ്റ് എംബ്രയോനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ബ്ലാസ്റ്റോമിയേഴ്സിനകത്ത് എന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ഒരു കംപ്ലീറ്റ് എംബ്രയോ ഡെവലപ്പ് ചെയ്യില്ല. അങ്ങനെ പിന്നെ എപ്പിബോളി യൂസ് ചെയ്തിട്ടാണ് ഗ്യാസ്ട്രുലേഷൻ നടക്കുന്നുണ്ടായിരിക്കുക. ഗ്യാസ്ട്രുലേഷൻ അറിയാലോ അല്ലേ? അപ്പോൾ എപ്പിബോളി എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴിയായിട്ടാണ് ഗ്യാസ്ട്രുലേഷൻ നടക്കുക. എപ്പിബോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാലില്ലേ, നമ്മുടെ യോക്കുണ്ടല്ലോ, നേരത്തെ എഗ്ഗിൻ്റെ യോക്കുണ്ടല്ലോ, അതിൻ്റെ മേലെ ഒരു സെല്ലിൻ്റെ ഒരു ഷീറ്റ് ഫോം ചെയ്യും. ഗ്യാസ്ട്രുലേഷൻ നടക്കുമ്പോഴാണ് അതങ്ങനെ ഫോം ചെയ്യുന്നത്. അങ്ങനെ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എപ്പിബോളി എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ എംബ്രയോ ആ ഒരു ഗ്യാസ്ട്രുലേഷൻ നടത്തുന്ന സമയത്ത് അവരുടെ എഗ് യോക്കിൻ്റെ മേലെ ഒരു സെൽസിൻ്റെ ഒരു ഷീറ്റ് ഫോം ചെയ്യുന്നതാണ് ഈ ഒരു എപ്പിബോളി കൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. മിസ് ഓൾറെഡി പറഞ്ഞൊരു ലാർവയാണ്. അതുകൊണ്ടാണ് മുട്ട വിരിഞ്ഞുണ്ടാവുന്നത് ഒരു ലാർവയാണ്. അതുകൊണ്ടാണ് പെയ്ഡോജെനസിസ് ഒക്കെ നടക്കുന്നത്. ആൻഡ് ഈ ലാർവയുടെ പേര് സൈഡിപ്പിഡ് ലാർവ എന്നാണ്. സീലിയേറ്റഡ് ആയിട്ടുള്ള സ്പെൻകിലായിട്ടുള്ള ലാർവയാണ് സൈഡിപ്പിഡ് ലാർവ എന്ന് പറയുന്നത്. ഓർക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഒരുപാട് ലാർവയുടെ പേരുകൾ പല പല ഫൈലംസിൽ പഠിച്ചു. ലൈക്ക് ആംഫിബ്ലാസ്റ്റുല, പ്ലാന്യുല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ലാർവകൾ പഠിച്ചു. അപ്പോൾ ഫൈലംസ് ഓരോന്നിൻ്റെയും ലാർവകൾ ഓർത്ത് വെക്കുക, തമ്മിൽ മാറിപ്പോവാനായിട്ട് പാടില്ല കേട്ടോ. യെസ്. ഇനി യൂണീക്കായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് മിസ് പോയിന്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് സ്വിം ചെയ്യാൻ വേണ്ടിയിട്ട് കോംബോപ്ലേറ്റ്സ് ഉണ്ട്, അത് സീലിയേറ്റഡ് ആണ്. പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള അഡ്ഹസീവ് സെൽസ് ലൈക്ക് ലെസോ സെൽസ് അല്ലെങ്കിൽ കോളോബ്ലാസ്റ്റ് ഉണ്ട്, അവർക്ക് പ്രേ ഒക്കെ ക്യാപ്ചർ ചെയ്തതിന് വേണ്ടിയിട്ട്. പിന്നെ മീസോഗ്ലിയ എന്ന് പറഞ്ഞാൽ അതിൽ അമീബോസൈറ്റ്സും മസിൽ സെൽസും ഒക്കെ കാണാൻ പറ്റും. 2 ഏനൽ പോർസ് ഉണ്ട്. ഇതാണ് ഇവരുടെ യൂണീക്കായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങളിവിടെ തൊട്ട് താഴെ കാണുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗാനിസമാണ് ഇതിനകത്ത് പെടുന്ന. പ്ലൂറോബ്രാക്കിയ എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾക്ക് ആ ഗ്രീൻ കളറിൽ കാണുന്നതാണ് സീലിയേറ്റഡ് ആയിട്ടുള്ള കോംബോപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. 8 എണ്ണം ഉണ്ട്, കണ്ടോ? ആ 8 എണ്ണം നമ്മളിപ്പോൾ ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും, സെൻറ്ററിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലും 4 വരുന്ന ഈക്വൽ ഹാഫുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളതിനെ റേഡിയൽ സിമെട്രി പറഞ്ഞിട്ട് വിളിച്ചത്. 2 സൈഡിലോട്ടായിട്ട് അങ്ങനെ ആ നീളത്തിൽ കിടക്കുന്നത് അത് അവരുടെ ടെൻറ്റിക്കിൾസ് ആണ്. 2 സൈഡിലായതുകൊണ്ട് അതിനെ ഈക്വൽ ഹാഫ്സിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ബൈലേറ്ററലായിട്ട് കട്ട് ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ. സെൻറ്ററിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ഏതെങ്കിലും ഒരു പ്ലെയിനിൽ വെച്ച് കട്ട് ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ ആ ഒരു എന്താ പറയുക ബൈലേറ്ററൽ അതുപോലെ റേഡിയൽ എന്നുള്ള രീതിയിൽ ഒരുമിച്ച് വിളിച്ചത്. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ മിസ് പ്ലൂറോബ്രാക്കിയ വെച്ചു എന്നുള്ളത് മാത്രം. എനിവേ പ്ലൂറോബ്രാക്കി അതിൻ്റെ ഒരു എന്താ പറയുക ടിപ്പിക്കൽ എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ക്ലാസിഫിക്കേഷനിലേക്കാണ് പോകുന്നത്. പല ക്ലാസ്സസും ഓർഡേഴ്സും.
ക്ലാസ് 1 എന്ന് പറയുന്നത് ടെൻറ്റാക്യുലേറ്റ എന്നുള്ളതാണ്. ഇവിടെ അഡൾട്ടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 വലിയ ആർബോറൽ ആയിട്ടുള്ള ടെൻറ്റക്കിൾസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവരുടെ ഈ ക്ലാസ്സിൽ പെടുന്ന വളരെ കുറച്ച് ലാർവകളിലാണ് ടെൻറ്റക്കിൾസ് ഉള്ളത്. ആൻഡ് അഡൾട്ടായിട്ട് ഈ ലാർവ മാറുമ്പോഴത്തേക്കും അവരിൽ ഓറൽ ലോബുകളായിട്ട് അത് കാണാനായിട്ട് പറ്റും. വളരെ ചെറിയൊരു മൗത്തും ചെറിയ ഫാരിങ്സ് ഉള്ളവരാണ് ഈ ടെൻറ്റാക്യുലേറ്റ എന്ന് പറഞ്ഞ ക്ലാസ്സിലുള്ളവർ. അവരുടെ വളരെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം ജനറൽ ക്യാരക്ടറിസ്റ്റിക്സിനകത്തുള്ള സകല സാധനങ്ങളും ഈ ക്ലാസ്സിലുള്ളവർക്കും ഓർഡറിലുള്ളവർക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ യൂണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രം ഞാനെടുത്ത് ഓരോ പോയിന്റ്സ് ആയിട്ട് വെച്ചേക്കുന്നു എന്നുള്ളത് മാത്രമല്ലേ. ഓക്കെ, അപ്പോൾ ടെൻറ്റാക്യുലേറ്റ എന്ന് പറഞ്ഞ ക്ലാസ്സിലുള്ള ഓർഡേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഓർഡർ സൈഡിൽ പിടുക എന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ടുള്ള റൗണ്ട് ഷേപ്പിലോ ഓവൽ ഷേപ്പിലുള്ള ബോഡിയാണ് ഇവർക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഡൈജസ്റ്റീവ് ട്രാക്ട് എന്ന് പറയുന്നതിനകത്തൊന്നും ഏനൽ പോറൊന്നും കാണാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ബ്ലൈൻഡായിട്ട് ടെർമിനേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഡൈജസ്റ്റീവ് ട്രാക്റ്റാണ് ഇവർക്കുള്ളത്. 2 ടെൻറ്റക്കിൾസ് ഉണ്ട്, ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ടെൻറ്റക്കിൾസ്. അവരിങ്ങനെ എന്താ പറയുക, റിട്രാക്റ്റൈലായിട്ട് ഷീത്ത് പോലെ ആയിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. ഷീത്ത് പോലെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ പെടുന്ന ഒരു എക്സാമ്പിൾ ഓർഗാനിസമാണ് നമ്മൾ തൊട്ട് മുന്നേ കണ്ട പ്ലൂറോബ്രാക്കിയ. റൗണ്ട് ഷേപ്പ് ആയിരുന്നു, ടെൻറ്റക്കിൾസ് ഉണ്ടായിരുന്നു, വലുതായിരുന്നു, ബ്രാഞ്ച്ഡ് ആയിരുന്നു, അതൊക്കെ നമ്മൾ കണ്ടതല്ലേ. അത് മാത്രമല്ല മെർട്ടൻഷ്യ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഓർഗാനിസം കൂടെ ഈ ഒരു ഓർഡറിൽ പെടുന്നുണ്ട്. അപ്പോൾ 2 പേരുടെ പേരൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി രണ്ടാമത്തെ ഓർഡർ ലോബേറ്റ എന്നാണ് രണ്ടാമത്തെ ഓർഡറിൻ്റെ പേര്. കംപ്രസ്ഡ് ആയിട്ടുള്ള ലാറ്ററലി കംപ്രസ്ഡ് ആയിട്ടുള്ള സൈഡ് വൈസ് കംപ്രസ്ഡ് ആയിട്ടുള്ള ഓവൽ ഷേപ്പിലുള്ള ബോഡിയാണ് ഇവർക്കുള്ളത്. ഓക്കെ, അവർക്ക് 2 വലിയ ലാർജ് ആയിട്ടുള്ള ഓറൽ ലോബുകളുണ്ട്. ടെൻറ്റക്കിൾസിൽ നമ്മൾ ഈ സൈഡ് പിടിയിൽ കണ്ട അത്ര നീളമില്ല. അപ്പോൾ ഒത്തിരി നീളമില്ലാത്ത ചെറിയ 2 ടെൻറ്റക്കിൾസ് ആണ്. ഷീത്തൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇവരുടെക്ക് ഒരു ഗ്ലാസ്ട്രോവാസ്കുലർ കനാലുണ്ട്, സ്റ്റീനോഫോറൻസിനുണ്ടല്ലോ. അപ്പോൾ ഇതിനെ കണക്ട് ചെയ്തിട്ട് ഒരു ഓറൽ എൻഡിൽ ഒരു റിംഗ് കനാൽ മാതിരത്തെ ഒരു സാധനം കൂടെ കാണാൻ പറ്റും. ഗ്യാസ്ട്രോവാസ്കുലർ കനാലിനെ കണക്ട് ചെയ്തിട്ട് ഓറൽ എൻഡിൽ ഒരു റിംഗ് കനാൽ പോലെ. പിന്നെ അതിന് എക്സാമ്പിളാണ് നെമിയോപ്സിസ് എന്ന് പറയുന്നത്. അവിടെ സൈലന്റ് ആട്ടോ. നെമിയോപ്സിസ് എന്നാണ് അതിൻ്റെ പേര്. പിന്നെ അതുപോലെ ബോളിനോപ്സിസ് എന്നുള്ളതാണ് മറ്റൊരു പേര്. ഇവർ 2 പേരും എക്സാമ്പിൾ ഓർഗാനിസംസ് ആണ്. ഇനി മൂന്നാമത്തെ ഓർഡർ സെസ്റ്റിഡ എന്നാണ് മൂന്നാമത്തെ ഓർഡർ. ഇവിടെ വലിയ നീളമുള്ള ബോഡിയാണ്, കംപ്രസ്ഡ് ആണ്. നീളത്തിൽ റിബൺ മാതിരി ആയിരിക്കും ഇവർക്ക് ഇരിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ 4 റോസ് ആയിട്ടായിരിക്കും ഇവരുടെ കോംബോപ്ലേറ്റ്സ് ഉണ്ടാവുക. പക്ഷേ കോംബോപ്ലേറ്റ്സ് അത്ര ഡെവലപ്ഡ് അല്ല, അതുകൊണ്ടാണ് റൂഡിമെൻ്ററി കോംപ്ലേറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവരുടെ ടെൻറ്റക്കിൾസും ടെൻറ്റക്കുലർ ഷീത്തൊക്കെ ഉണ്ടല്ലോ, അത് ആ ഒരു ഓറൽ ഏരിയയിലുള്ളത് വളരെ റെഡ്യൂസ്ഡ് ആയിട്ടാണ് കാണുക. അപ്പോൾ ഒത്തിരി നീളമുള്ള ടെൻറ്റക്കിൾസോ ടെൻറ്റക്കിൾ ഷീറ്റ്സ് ഒന്നും ഇവരിലില്ല. സെസ്റ്റിഡ എന്ന് പറഞ്ഞ ഓർഡറിൽ വരുന്നത് കൊണ്ട് സെസ്റ്റം എന്ന് പറയുന്നതാണ് ഒരു എക്സാമ്പിൾ ഓർഗാനിസം. പിന്നെ വെലമൻ എന്ന് പറയുന്നത് മറ്റൊരു എക്സാമ്പിൾ ഓർഗാനിസം ആണ്. ഇവർ 2 പേരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 2 പേരെയും പലപ്പോഴും ചോദിക്കാറുള്ളത്. ഇനി അടുത്തത് ഇസ് ലൈക്ക് 4ാമത്തെ ഓർഡർ പ്ലാറ്റിസ്റ്റീനിയ എന്ന് പറയുന്നതാണ് അടുത്ത ഓർഡർ. ഇവർക്ക് വളരെ കംപ്രസ്ഡ് ആയിട്ടുള്ള ബോഡിയാണ്. പിന്നെ അബറൽ ആയിട്ടുള്ള ആ ഒരു രീതിയിലാണ് അവരുടെ കംപ്രസ്ഡ് ബോഡി കാണുക. വലിയ ഡെവലപ്ഡ് ആയിട്ടുള്ള 2 ടെൻറ്റക്കിൾസ് ഉണ്ട്. ടെൻറ്റക്കിൾസിനെ സറൗണ്ട് ചെയ്തിട്ട് ഷീത്ത് കാണാൻ പറ്റും. അഡൾട്ടായിട്ട് മാറുമ്പോഴത്തേക്കും കോംബോപ്ലേറ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു കംപ്രസ്ഡ് ആണെന്ന് പറയുമല്ലോ. അപ്പോൾ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ക്രീപ്പിംഗ് രീതിയിലുള്ള ജീവിതമുള്ള ഓർഗാനിസംസ് ആണ് ഈ ഒരു ഓർഡറിനകത്ത് പെടുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ് ടീനോപ്ലാന അല്ലെങ്കിൽ സീലോപ്ലാന എന്ന് പറഞ്ഞിട്ടുള്ള 2 ജീവികൾ, ടീനോപ്ലാനയും സീലോപ്ലാനയും കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ ഈസ് ക്ലാസ് 2. നമ്മൾ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞു, അതിൽ ഇത്രയും ഓർഡേഴ്സ് നമ്മൾ പഠിച്ചു അല്ലേ. എത്ര ഓർഡേഴ്സാണ് നമ്മൾ പഠിച്ചത്? 4 ഓർഡേഴ്സ് പഠിച്ചു. ഫസ്റ്റ് ക്ലാസ്സും കഴിഞ്ഞു, 4 ഓർഡേഴ്സും കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്ലാസ്, ഇതാണ് ലാസ്റ്റ് ക്ലാസ് വരുന്നത്. അതിലൊരൊറ്റ ഓർഡറേ ഉള്ളൂ കേട്ടോ. ന്യൂഡ എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ക്ലാസ്. വലിയ സൈസുള്ള ബോഡിയാണ്, കോണിക്കൽ ആകൃതിയിലുള്ള കംപ്രസ്ഡ് ബോഡിയാണ്. അപ്പോൾ ഓറൽ ലോബുകളൊന്നും ഇവരിൽ കാണാൻ പറ്റില്ല, ആ ടെൻറ്റക്കിൾസ് ഒന്നുമില്ല. പക്ഷെ വലിയ മൗത്തും വലിയ ഫാരിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ വലിയൊരു ഫീഡേഴ്സ് മാതിരി, പ്രെഡേറ്റേഴ്സ് മാതിരി വൊറേഷ്യസ് ആയിട്ടുള്ള ഫീഡേഴ്സ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ന്യൂഡ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ വരുന്ന ഒരേ ഒരു ഓർഡറാണ് ബെറോയിഡ എന്ന് പറയുന്നത്. ഒറ്റൊരു ഓർഡറേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഓർഡറിനുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ക്ലാസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ്. പക്ഷെ നിങ്ങൾ ആ എക്സാമ്പിൾ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പം ബെറോയിഡയുടെ ഈ പറഞ്ഞ പോലെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ നിങ്ങൾ ആ ന്യൂഡയിൽ മിസ് 4 പോയിന്റ്സ് മെൻഷൻ ചെയ്തേക്കുന്നത് തന്നെ പഠിച്ചാൽ മതി. എക്സാമ്പിൾ ബെറോയ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓർഗാനിസമാണ്. നിങ്ങൾ ആ ഓർഡേഴ്സ് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓർഡറിൻ്റെ പേരും ഓർഗാനിസത്തിൻ്റെ പേരും തമ്മിൽ ചെറിയൊരു സാമ്യതയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ടീനോഫോറ എന്ന് പറഞ്ഞ ഫൈലത്തിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് ക്ലാസിഫിക്കേഷനിലോട്ട് വന്നു. ക്ലാസിഫിക്കേഷനിൽ ആദ്യത്തെ ക്ലാസ്സിന് 4 ഓർഡേഴ്സും രണ്ടാമത്തെ ക്ലാസ്സിന് 1 ഓർഡറും നല്ല രീതിയിൽ നമ്മൾ ടീനോഫോറ എന്ന് പറഞ്ഞ ഫൈൽ അങ്ങ് പഠിച്ച് അവസാനിപ്പിക്കുകയാണ്.
ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞു ഫൈലമാണ്, അധികം നമുക്ക് എന്താ പറയുക ഒത്തിരി പഠിക്കാൻ ഇല്ലാത്തൊരു ഫൈലമാണ് ഈ ഫൈലം ടീനോഫോറ എന്ന് പറയുന്നത്. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു, മനസ്സിലായി, അണ്ടർസ്റ്റാൻഡബിൾ ആയിരുന്നു എന്നൊക്കെ തോന്നുന്നു. അണ്ടർസ്റ്റാൻഡബിൾ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ സോഷ്യൽ മീഡിയ ഐഡീസും അതുപോലെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കൂടെ എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. സോഷ്യൽ മീഡിയ ഐഡീസ് കൂടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. പിന്നെ എന്നാന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. രണ്ടാൾക്കും അത് ഈക്വലി ബെനിഫിഷ്യൽ ആയിരിക്കും. ആൻഡ് ഈ പറഞ്ഞ പോലെ വീഡിയോ അവസാനം വരെ കാണണം. കോൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആക്കി തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഇന്ന് നമ്മളിപ്പം ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. ടീനോഫോറ എന്ന് പറഞ്ഞ ഫൈലം കഴിഞ്ഞു, പോറിഫറ കഴിഞ്ഞു, സിലൻഡ്രേറ്റ കഴിഞ്ഞു. ഇത്ര 3 ഫൈലംസ് ആണ് നമ്മുടെ കഴിഞ്ഞത്. ഇനിയും ഫൈലംസ് ഉണ്ട്, അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് അത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.